ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചിരുന്നതാണ്. ഇനി ഒന്ന് നോക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ചക്കയും ചക്കക്കുരും ഏത്തക്കായും ഒക്കെ ചേർന്ന് നമ്മുടെ സ്പെഷ്യൽ അവിയൽ റെഡിയായി. ഈ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇന്ന് ഒരു സ്പെഷ്യൽ അവിയലാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ കൈക്ക് ഒരു 3-4 പിടി ചക്കച്ചുള. ഇത് അധികം മൂക്കാത്ത ചക്കച്ചുളയാണ്, കണ്ടോ. അതും അതിൻ്റെ ചക്കക്കുരു. ഇത് ഒന്നോടെ ഒന്ന് ചെറുതാക്കി നീളത്തിൽ നിന്ന് കീറിയെടുക്കണം. പിന്നെ ഒരു ഏത്തയ്ക്ക അതിൻ്റെ കൂടെ. ഇത് ഫ്രിഡ്ജിൽ വെച്ച കായ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ പുറമെ ഈ കളറായിട്ടിരിക്കുന്നത് കേട്ടോ. പുളിക്ക് ഇതിന് ഏറ്റവും നല്ലത് പുളിക്ക് ഒന്നുകിൽ തക്കാളിപ്പഴം അല്ലെങ്കിൽ തൈര് ചേർക്കുന്നതാണ് നല്ലത്. ഞാൻ ഇതിന് 2 തക്കാളിപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് അമിതമായിട്ടൊരു പുളി വേണ്ട, ചക്കയല്ലേ. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 6 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. 1/2 കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. പിന്നെ ഇതിന് കുറച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് 2-3 എണ്ണം നമ്മൾ അരപ്പിൻ്റെ കൂടെ ചതച്ചെടുക്കണം. ബാക്കി ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. Cook with Sophie, sharing 40 years experience. ചക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒത്തിരി ചെറുതാക്കിയിട്ടില്ല, ഇതുപോലെ കണ്ടോ നീളത്തിൽ തന്നെ. ചക്കക്കുരുവും അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏത്തയ്ക്ക നീളത്തിൽ അരിഞ്ഞ് കറ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കഞ്ഞിവെള്ളത്തിലിട്ടാണ് കറ കളഞ്ഞെടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാനുള്ള അരപ്പൊന്ന് ചതച്ചെടുത്ത് വെക്കാം. അതിന് പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയ ജീരകം, കുറച്ച് മുളക് പൊടി, പകുതി മഞ്ഞൾപ്പൊടി. തേങ്ങ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത് കൊണ്ട് നന്നായിട്ട് ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പം തേങ്ങ ആദ്യം ഇട്ടാൽ ഒത്തിരി അങ്ങ് ചതഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യമേ ഇതൊന്ന് ചതച്ചെടുക്കുവാണ്. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. എൻ്റെ കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. അരപ്പ് ചതച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യമേ ചക്കക്കുരു ഇടാം. ചക്കക്കുരുവിന് അധികം വേവില്ല, കാരണം ഇതധികം മൂക്കാത്ത ചക്കച്ചുളയുടെ ആയതുകൊണ്ട് അധികം വേവില്ല. ഇതിൻ്റെ കൂടെ ചക്കച്ചുളയും കൂടെ ചേർക്കാം. അതിലേക്ക് ഏത്തയ്ക്ക അരിഞ്ഞതും ചേർക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒന്ന് ആവി വന്നു കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർക്കാറുള്ളത് കൊണ്ട് ഇത് ഞാൻ അടച്ചു വെക്കുവാണ്. അപ്പം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് തീ കുറച്ചിട്ട് വേവിക്കാം. അപ്പം നമുക്കിതൊന്ന് നോക്കാവേ. ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിപ്പഴം അരിഞ്ഞ് വെച്ചത് ചേർക്കാം. ഇങ്ങനെ ഒന്ന് കൊത്തി വെക്കാം.
തീ കുറച്ചിട്ട് തന്നെ ഇനിയും വേവിച്ചെടുക്കണം. ഇനി ആ തക്കാളിപ്പഴം ഒന്ന് വെന്ത് കിട്ടണം. അതിന് നമുക്ക് അടച്ചു വെക്കാം. തക്കാളിപ്പഴമൊക്കെ വെന്തോന്ന് നോക്കാം. തക്കാളിപ്പഴമൊക്കെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് അരപ്പ് ചേർക്കാം. ഇനി ഈ അരപ്പിനൊന്ന് ആവി കയറണം. അടച്ചു വെക്കാം. ഇനി ഒന്ന് നോക്കാം. ഈ അരപ്പിന് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. കൂടെ അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് 2-3 മിനിറ്റ് എങ്കിലും ഒന്ന് മൂടി വെക്കണം. ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചിരുന്നാണ്. ഇനി ഒന്ന് നോക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. സാധാരണ അവിയൽ ഉണ്ടാക്കുമ്പോൾ നമ്മളതിൽ മുരിങ്ങക്കായ, വെള്ളരിക്ക, അച്ചിങ്ങ, പടവലങ്ങ ഇങ്ങനെയൊക്കെയല്ലേ ചേർക്കുന്നത്. അതൊന്നും ചേർക്കാത്ത നല്ല രുചിയുള്ള ഒരു സ്പെഷ്യൽ അവിയൽ. ചക്കയും ചക്കക്കുരുവും ഒക്കെ ഉള്ള സീസണിൽ ഇങ്ങനെ ഒരു അവിയൽ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് വളരെ സിമ്പിളുമാണ്, അതുപോലെ ടേസ്റ്റിയുമാണ്. ചക്കയും ചക്കക്കുരും ഏത്തക്കായും ഒക്കെ ചേർന്ന് നമ്മുടെ സ്പെഷ്യൽ അവിയൽ റെഡിയായി. ഈ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ അവിയൽ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.